പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു മണ്ടനും മരപ്പൊട്ടനുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പിറക്കാത്ത ഒരു സഹോദരനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാനും എനിക്കൊരു മടിയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിലിലായതിനെ തുടർന്ന് എനിക്കുണ്ടായ ഒരു മനോവ്യഥ എന്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയില്ല സുഹൃത്തുക്കളെ, എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് 1-2 ദിവസങ്ങളായി വലിയൊരു മനോവിഷമം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പല ആളുകളും ഇതിനു മുമ്പ് റിമാൻഡിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാതിരുന്ന ഒരു മനോവിഷമം അത് രാഹുൽ മാങ്കൂട്ടം ജയിലിലായതിനെ തുടർന്ന് എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് വളരെ ഈ പറഞ്ഞ പോലെ ഉള്ളിൽ തട്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇനി ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് മാത്രമല്ല, എന്റെ ഭാര്യയും കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ജയിലിലായതിനെ കുറിച്ച്. സ്വാഭാവികമായി നമുക്കറിയാം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയിൽ ജയിലിലാവും, ഇതൊക്കെ ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നല്ലാതെ നടത്തിയ ഞാൻ പോലും 2017 6 ദിവസം ജയിലിലായിരുന്നു. അപ്പൊ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിലിലാവും, അതിലൊന്നും തെറ്റില്ല. പക്ഷെ എന്താണെന്നറിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിലായപ്പോ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നു സുഹൃത്തുക്കളെ. എവിടെയോ ഒരു വിങ്ങൽ, ഒരു ഹാർട്ട് ബീറ്റ് നഷ്ടപ്പെട്ടതുപോലൊരു തോന്നൽ.